ഐസ്ലാൻഡിലൂടെയുള്ള യാത്രയിൽ ഇത്തവണ സൗത്ത് കോസ്റ്റിലേക്കുള്ള യാത്രയാണ്. ഇവിടെ ഒരുപാട് ഭംഗിയുള്ള വാട്ടർഫോൾസ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഈ യാത്രയിൽ നമുക്ക് കാണാം. ഏറ്റവും ഡേഞ്ചറസ് ആയ ബ്ലാക്ക് സാൻഡ് ബീച്ചാണിത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഐസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഐസ് ഇല്ലെങ്കിൽ എങ്ങനെയാ? അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനൊത്ത് കാണാം. ഐസ്ലാൻഡിൽ മാത്രം കാണുന്ന പ്രത്യേക തരം കുതിരകളാണ്. അപ്പോൾ അങ്ങനെ ഐസ്ലാൻഡിൻ്റെ സൗത്ത് കോസ്റ്റിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകാം. ഭയങ്കര ഭംഗിയുള്ള ഒരു യാത്രയാണിത്. ഈ റോഡിൻ്റെ 2 സൈഡിലും നല്ല നല്ല കാഴ്ചകളാണ്. ഇവിടെ പശുക്കളെ വരെ കാണുന്നുണ്ട്. ഐസ്ലാൻഡിൽ എപ്പോഴും വോൾക്കാനിക് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെയെല്ലാം വോൾക്കാനിക് ലാവ, അതിങ്ങനെ സോൾഡിഫൈഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് സാൻഡ്, അങ്ങനെയൊക്കെ കുറേ കാഴ്ചകളാണ്. പിന്നെ ഇതിനെല്ലാം പച്ചപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരുപാട് ഭംഗിയുള്ള ഈ കാഴ്ചകളാണ്. ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫോൾ കാണാനാണ്. ഒരുപാട് സിനിമകളും സീരീസിലുമൊക്കെ ഈ വാട്ടർഫോൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. മാർവൽ സീരീസിലൊക്കെ ഇതുണ്ട്. അതേപോലെ ഇന്ത്യൻസിന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഷാരൂഖ് ഖാൻ കാജോളിൻ്റെ ദിൽവാലെ മൂവിയിലെ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ വാട്ടർഫോളിലാണ്. അപ്പോൾ നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ വാട്ടർഫോളിൻ്റെ അവിടേക്കാണ്. ആ പോകുന്ന വഴിയെല്ലാം ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഫോൾ കളേഴ്സ് എല്ലാം തന്നെ ഈ മരങ്ങൾക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പിക്ചറസ്ക് ആയിട്ടുള്ള ഒരു യാത്രയാണിത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. 2 സൈഡിലും മരങ്ങൾക്ക് ആ യെല്ലോ കളേഴ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ഇവർ പറയുന്നത് ഈ മരങ്ങളൊന്നും ഇവിടുത്തെ അല്ല, ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഗൈഡൊക്കെ പറഞ്ഞത്. കാരണം ഇവിടെ അത്രയ്ക്ക് ഇങ്ങനെ മരങ്ങളൊന്നും വളരില്ല ഇവിടുത്തെ ഈ ലാവ കാരണം. അപ്പം നമ്മൾ ആദ്യത്തെ വാട്ടർഫോളിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ വാട്ടർഫോൾ. ഷാരൂഖ് ഖാൻ്റെയും കാജോളിൻ്റെയൊക്കെ ആ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഗേരുവ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പിന്നിലെ ഈ വാട്ടർഫോൾ കണ്ടോ? ഇത് എന്താ ഇത്?
വാട്ടർഫാൾ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലാക്ക് സാൻഡ് ബീച്ചിലേക്കാണ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയ ഒരു ബീച്ചാണ്. ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഇവിടുത്തെ ഈ തിരകൾ, ഈ ടൈഡ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് പെട്ടെന്നൊരു വലിയ തിര വന്നിട്ട് ആളുകളെ എല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരു ബീച്ച് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ടൈഡ് കയറി ഇങ്ങ് വരികയാണ്. ഈ കാണുന്ന ഈ ബ്ലാക്കായിട്ട് കാണുന്ന ഇതെല്ലാം ലാവ ഉറഞ്ഞുണ്ടായിട്ടുള്ള മണ്ണും കല്ലും എല്ലാമാണിത്. ഇതാ ഈ ഏരിയയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ബീച്ചിലും നമുക്ക് സാൻഡൊന്നുമില്ല, എല്ലാം ഈ ബ്ലാക്ക് കളറിലെ ചെറിയ കല്ലുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതാണ് ഇവിടുത്തെ സാൻഡ്. അത് പക്ഷെ നമ്മുടെ കാലിലോ ഷൂസിലോ ഒന്നും പറ്റത്തില്ല. ഒരുതരം ചെറിയ കല്ല് പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഇവിടുന്ന് ഇപ്പം നേരെ നോക്കിയാൽ കാണാം ഇവിടുത്തെ ആ കടലിങ്ങനെ അടിച്ചു കയറി വരുന്നത്. നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. എത്ര കോൺഫിഡൻസോടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പില്ലേഴ്സായിട്ട് ഈ ഫോം ചെയ്തേക്കുന്നതെല്ലാം ലാവയാണ്. ഐസ്ലൻഡിൻ്റെ പിക്ചേഴ്സിലൊക്കെ കാണുന്നതാണ് ഈ രൂപങ്ങളെല്ലാം തന്നെ. ഇവിടുത്തെ ഈ പില്ലേഴ്സ് പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൽ ബേസ് ചെയ്തിട്ടാണ് ഐസ്ലൻഡിൻ്റെ ക്യാപിറ്റൽ റേക്യാവിക്കിൽ ഒരു ഫേമസ് ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ സ്ട്രക്ചറും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്.
ഈ റോക്ക് ഫോർമേഷൻ ഒന്ന് നോക്കി, ഇങ്ങനെ കാലാകാലങ്ങളായിട്ടുണ്ടായി വന്നിരിക്കുന്നതാണിത്. ഇതൊക്കെയാണ് ഈ ഐസ്ലൻഡിൻ്റെ പ്രത്യേകത. ഇതുപോലത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് ഭൂമിയിൽ. ഇത് ലോകത്തിൻ്റെ തന്നെ വേറെ ഏതോ ഒരു സ്ട്രക്ചറോ വേറെ ഏതോ ഒരു നാടോ ഒക്കെ പോലെയാണ് ഈ ഐസ്ലൻഡ് ഇരിക്കുന്നത്. ഇവിടുത്തെ വാണിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് കണ്ടോ, ഇതിനപ്പുറത്തേക്ക് പോകരുതെന്നാണ്. പക്ഷേ ഈ ടോട്ടൽ ബീച്ച് എല്ലാം തന്നെ ഈ ലൈറ്റിനപ്പുറത്താണ്. എന്തെന്നറിയില്ല, ആരും അവിടെ ഇല്ല, ആരും റെസ്ട്രിക്റ്റ് ചെയ്യാനുമില്ല. ഇതാണ് ഐസ്ലൻഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുതിരകൾ. ഐസ്ലാൻഡ് ഹോഴ്സുകളാണിത്. ഈ കുതിരകൾക്ക് മറ്റു കുതിരകളുടെ അത്രയും പൊക്കമില്ല, പക്ഷെ നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇത് ഐസ്ലൻഡിൻ്റെ സ്വന്തമായിട്ടുള്ള കുതിരകളാണിത്. ഐസ്ലൻഡ് വന്നിട്ട് ഇനി ഐസ് കണ്ടില്ലെങ്കിലോ? അതാ ഈ കാണുന്നതാണ് ഐസ്ലൻഡിലെ ഗ്ലേഷ്യേഴ്സ്. അപ്പോൾ ഈ ടൂറിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലേഷ്യർ പോയി കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഗ്ലേഷ്യറിൽ പല ടൈപ്പ് ടൂറുകളുണ്ട്. ചിലർ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെയുള്ള വാക്കിംഗ് ടൂറുണ്ട്. പിന്നെ ഇതായി കിടക്കുന്നത് ഗ്ലേഷ്യർ പൊട്ടി വന്നിട്ട് അവിടെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ ആ ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ താടർന്ന് വീഴുന്നതാണ്. ഇതിനെല്ലാം നമ്മളെല്ലാം തന്നെ കാരണക്കാരാണ്. ഗ്ലോബൽ വാർമിംഗ് അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഗ്ലേഷ്യറൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത്. ഈ ഐസ്ലൻഡിലും ഇതേപോലെ ആർട്ടിക് അന്റാർട്ടിക് ഏരിയയിലൊക്കെ ഉള്ള ഗ്ലേഷ്യേഴ്സ് ആണല്ലോ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നീട് ഭൂമിക്ക് എന്താ സംഭവിക്കുക എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ഇത് മുഴുവൻ ആ ഗ്ലേഷ്യേഴ്സാണ് ഈ നിൽക്കുന്നത്. ഈ ഗ്ലേഷ്യറിൻ്റെ മുകളിൽ കൂടെയൊക്കെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിതിലെ നോക്കിയപ്പം കുറേ പേര് നടന്നു പോകുന്നതും കണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലൂടെ. ഈ നടന്നു വരുന്നവർ ഇവർ ആ ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന ആ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഏരിയയിൽ കയാക്കിങ് ചെയ്തിട്ട് കയാക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടന്നു വരികയാണ്. നല്ല ഭംഗിയാണ് ഈ സ്ഥലമെല്ലാം കാണാനായിട്ട്. ഇതിലെ നടക്കാൻ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇല്ലെങ്കിൽ തെന്നി അടിച്ച് നിലത്ത് കിടക്കും. ഇവിടെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസ്. അപ്പോൾ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടാണ് ഗ്ലേഷ്യറിൻ്റെ അവിടേക്ക് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് കോസ്റ്റ് ടൂറിലെ ലാസ്റ്റ് പോയിൻ്റാണിത്. ഇത് നെക്സ്റ്റ് ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളും ഷാരൂഖ് ഖാൻ്റെയും കാജോളിൻ്റെയും ഒക്കെ മൂവിയിലെല്ലാം വന്നിട്ടുണ്ട്. ഈ വാട്ടർഫോളിൻ്റെ പ്രത്യേകത, ഇത് ഫ്രണ്ടിലൂടെ നമുക്ക് ഇവിടെ നിന്നും കാണാം. ഈ വാട്ടർഫോളിൻ്റെ ബാക്കിലൂടെ നമുക്ക് നടന്നു പോയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊക്കെ ഷാരൂഖ് ഖാൻ്റെ ആ സെയിം പാട്ടിലുള്ള ബാക്കിൽ കൂടെ നടക്കുന്നത്.
ഐസ്ലൻഡിലൂടെയുള്ള ഈ സൗത്ത് കോസ്റ്റ് യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.